നമസ്കാരം, ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാണാതെ പോയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചല്ല, അറിയാതെ എൻ്റെ കണ്ണിൽ പെട്ടുപോയതാണ്. നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ വന്ന് റീ എൻട്രി ഒക്കെ നടത്തി എയറിൽ വീണ്ടും ശൂന്യാകാശത്തേക്ക് കയറിയ മാക്രിക്കൂട്ടങ്ങളെല്ലാം ശല്യപ്പെടുത്തിയതാ. പിന്നീട് വാരണാസിയിലേക്ക് നാട് വിട്ടുപോയ ആൾ ഇതുവരെയും വന്നില്ല. ഞാൻ വിചാരിച്ചു ആ വഴി അങ്ങോട്ട് സിനിമയിലേക്ക് പോയിട്ടുണ്ടാവുന്നു. ലാലേട്ടനോട് പറഞ്ഞിരുന്നല്ലോ സിനിമയിലേക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു അപ്ഡേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും വീടിനകത്തെ ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ശൈത്യയാണ് കേട്ടോ ഞാൻ കണ്ടത്. അതിലും വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം, ബിഗ് ബോസ് റീ എൻട്രി നടത്തിയ സമയത്ത് ശൈത്യയുടെ ഒരു ഉദ്ദേശം മെയിനായിട്ട് അനുമോളെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ളത് മാത്രമല്ല, ആദിലയും നൂറയും അനുമോളുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പുറത്ത് ഭയങ്കര കോംബോ ആയിരുന്നല്ലോ. അവരുടെ റീൽസ് ഇറക്കുന്നതും അവരുടെ ഭയങ്കര അടിപൊളിയായിട്ടാണ് പ്രേക്ഷകർ അത് ഏറ്റെടുത്ത് കൊണ്ടുപോയത്. ഇതൊക്കെ പുറത്തു നിന്ന് കണ്ട് സഹിക്കാനാവാതെ ശൈത്യ വീടിനകത്തേക്ക് കയറിയിട്ട് ആദ്യം തന്നെ ചെയ്തത് അവരെ തമ്മിൽ പിരിക്കുകയാണ്. ഞാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നീ ഇവരെ ബാക്ക് സ്റ്റാബ് ചെയ്തില്ലേ, ഞാനത് ആരോടെങ്കിലും പറഞ്ഞോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അതായത് ആദിലയും നൂർ ചെയ്യാനും മോളെ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു ശൈത്യയുടെ ലക്ഷ്യം. അത് ശൈത്യ ഒരു പരിധിവരെ സാധിച്ചെടുത്തു. പക്ഷെ അതിന് ആദിലേക്കും നൂറക്കും പോയി അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അവർക്ക് കുരുതി കൊടുക്കേണ്ടി വന്നത്. ഒരുപക്ഷെ അവരതൊന്നും ശൈത്യ ഗെയിമറല്ല, അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ വന്നതല്ല, റീ എൻട്രിക്ക് വന്ന ഒരു മുൻ കണ്ടസ്റ്റന്റ് മാത്രമാണ് ശൈത്യ. അത് മനസ്സിലാക്കാതെ ശൈത്യയുടെ വാക്ക് കേട്ട് അനുമോൾക്കെതിരെ പ്രവർത്തിച്ച് ഹേറ്റും ഒരുപാട് വാങ്ങിക്കൂട്ടിയുള്ള കള്ളത്തരങ്ങളൊക്കെ കാട്ടി. അതൊക്കെ കൊണ്ടായിരിക്കാം നൂറയ്ക്ക് ടോപ്പ് 5 എത്താൻ പറ്റാതെ പോയതിൻ്റെ മെയിൻ ഒരു കാരണം. അത് ആ സമയത്ത് ആദിൽ അതൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതിലൂടെ ലക്ഷ്യമൊന്നും മാത്രമേ ഉണ്ടായുള്ളൂ, തൻ്റെ പാർട്ട്ണർ ടോപ്പ് 5 എത്തണം എന്ന്. അതിനുവേണ്ടി എന്ത് ചീപ്പ് ഗെയിമും കളിക്കാൻ തയ്യാറായ ആളത് കളിച്ചു. പക്ഷെ അത് തിരിഞ്ഞു കുത്തി എന്ന് പറയില്ല, തിരിഞ്ഞു കുത്താണ് അവസാന നിമിഷം ഉണ്ടായത്. ആ സമയത്ത് ആദില അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നേക്കാളും എനിക്ക് വിശ്വാസം ശൈത്യയാണെന്ന്, നീ നുണച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ അനുമോളെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈത്യ വീട്ടിൽ വെച്ച് പറയണ്ടായിരുന്നു, നിങ്ങൾ ബിഗ് ബോസ് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് വാ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ കൂടാം, എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ലേ വീട്ടിൽ, അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കാം 2 ദിവസം, എന്നിട്ടൊക്കെ നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശൈത്യ അവിടെ വീട്ടിലകത്ത് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ചങ്കായിരിക്കും കേട്ടോ എന്നൊക്കെ വിചാരിച്ചു. പുറത്തിറങ്ങിയ ശേഷം ശൈത്യ നേരെ പോയത് വാരണാസിയിലേക്കാണ് വീട്ടുകാരെ കൊണ്ട്. അത് കഴിഞ്ഞതാ ഇപ്പോൾ ശൈത്യയെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് ആദിലയും നൂറയും. അവർ തമ്മിൽ അത്യാവശ്യം സാരമായ രീതിയിലുള്ള ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും അനുമോളോട് അവർക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ ചളിപ്പ് അവർക്കുണ്ട് ആദിലയ്ക്കും നൂറയ്ക്ക്. കാരണം അത്ര വലിയ ദ്രോഹമല്ലേ കാണിച്ചത്. പക്ഷെ അനുമോൾ അതൊന്നും കാണിക്കാതെ തിരിച്ച് ആ ഒരു ഫംഗ്ഷനൊക്കെ പോയപ്പോൾ അങ്ങോട്ടും ഇന്ത്യയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നൂറയുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് തിരക്ക് കൊണ്ടാണെന്നുള്ള കാര്യം നൂറ തന്നെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എവിടെയൊക്കെയോ കോട്ടം തട്ടിയിട്ടുണ്ട്. ഇനി അത് തിരിച്ചു കിട്ടാനും പോകുന്നില്ല, കാരണം അതങ്ങനെയാണ്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്തായാലും ശൈത്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പലർക്കും പല തരത്തിലും പണി കിട്ടി. ശൈത്യയുടെ സിനിമയൊക്കെ ഇറങ്ങാൻ പോകുന്നെന്ന് പറയുന്നു, അവസരം കിട്ടിയെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിൻ്റെതായ ഒരു അപ്ഡേഷനും ആൾ പറഞ്ഞിട്ടില്ല. സീക്രട്ടായിട്ട് വെക്കുന്നതാണോ എന്തായാലും. ഒരു ആൾ വീടിനകത്ത് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് സങ്കടങ്ങളൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പാടുപെടുന്നുണ്ട്. ഇതിപ്പോൾ പുതിയതാണോ പഴയതാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ കണ്ണിൽപ്പെട്ടൊരു വീഡിയോ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാലോ എന്ന് കരുതി നമുക്കതൊന്ന് കണ്ടു നോക്കാം. എന്തായാലും അമ്മയും മകളും തകർക്കുന്നുണ്ട്, തകർക്കട്ടെ, അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യട്ടെ. തകർക്കാൻ ശ്രമിച്ചതും തകർത്തതൊന്നും ശൈത്യയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതായത് പിന്നിൽ നിന്നും കുത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ആ ഒരു നേട്ടം നമുക്ക് കിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ ശൈത്യ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ആളുടെ കാര്യം നോക്കിയിട്ട് നിൽക്കട്ടെ. എന്തായാലും കുറേ നാളായി ആളെക്കുറിച്ചൊന്നും വിവരമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കണ്ട വിവരം പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാലോ എന്ന് കരുതി മാത്രം ഇട്ടൊരു വീഡിയോ ആണ്. നല്ല രീതിയിൽ പോട്ടെ. ശൈത്യ
ചൈത്യ ആദിലേക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ അധികം സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അധികം സൗഹൃദ സംഭാഷണങ്ങളോ കോംബോ ഒന്നും അല്ലാതിരുന്ന രണ്ട് പേരാണ് അനുമോളും മസ്താനിയും. എവിടേക്കോ അവർ തമ്മിലുള്ളൊരു കൊള്ളാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പലപ്പോഴും അനുമോൾക്ക് വിഷമം വന്നപ്പോഴൊക്കെ ഒരു താങ്ങായിട്ട് മസ്താനി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു ചെറിയൊരു വാക്കുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാന്ത്വനപ്പെടുത്തുന്ന ഒരു സ്പർശനം കൊണ്ടായിരിക്കാം, എന്തോ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അതിറങ്ങിയിട്ട് അതിലും മനോഹരമായിട്ടാണ് കേട്ടോ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നത്. രണ്ടാളും തമ്മിൽ ഒരുമിച്ച് കണ്ടു, രണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. ഭയങ്കര വലിയ ഡിസ്കഷനിലൊക്കെയാണ് അനുമോളും മസ്താനിയും തമ്മിൽ. അനുമോള് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മിടുക്കാണ്. അനുമോൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഒരു മടിയില്ല സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരാൾക്ക് വരുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ അതിലേക്ക് നൂറയ്ക്ക് പുതിയ ബിസിനസ് പ്ലാനും അവർക്കുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മസ്താനിക്കും എന്തൊക്കെയോ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അനുമോളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ നമ്മുടെ മെയിൻ ചാനലിൽ ഇങ്ങനൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ അനുമോളുടെ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ ചാനൽ വന്നപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ എന്നെ അനുമോളുടെ പേജിൽ നിന്നും അനുമോളുടെ അക്കൗണ്ടിൽ നിന്നും ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു, അവരുടെ സ്റ്റോറി ഇട്ടു, അങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അനുമോളുടേത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, അതിൻ്റെ പേഴ്സണൽ അനുഭവമാണ്. എന്തായാലും അങ്ങനെയുള്ളവർക്കൊക്കെ എന്നും നന്മ തന്നെ വരത്തുള്ളൂ. എന്തായാലും എൻ്റെ പ്രാർത്ഥന എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സഹായിച്ച, ഞാൻ പറഞ്ഞിട്ടോ ഞാൻ പറയാതെയോ എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഉണ്ടാകും. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.